തത്തമ്മ ഉണ്ട് കിടന്ന് കാറ് പൊളിക്കാൻ ഞങ്ങളെ കണ്ടിട്ട്. ഒരേ ലവ് ബേർഡ്സിനെ കണ്ടാ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. കുഞ്ഞാണ് ഇവിടെ, തീരെ കുഞ്ഞാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അയ്യോ, ഞാൻ എപ്പോഴും വ്ലോഗ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം മാത്രമേ നിങ്ങളെ കാണിക്കാറുള്ളേ. കുഞ്ഞപ്പാ, അയ്യോ ഒച്ച കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നില്ല എന്താണ് ആ സന്തോഷം എന്ന് കുഞ്ഞപ്പൻ തന്നെ പറയുവേ. പറഞ്ഞോ കുഞ്ഞപ്പാ. നമ്മള് ഷിറ്റ്സിനെ വാങ്ങിച്ചു ഗൈസ്. കുഞ്ഞപ്പന്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പട്ടിക്കുഞ്ഞിനെ വേണമെന്നുള്ളത്. നിങ്ങളൊരു ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു ഷിറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. അവൻ അത്യാവശ്യം വലുതായിരുന്നു. അതൊരു പെൺപട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ഇടയ്ക്ക് ഇവിടെ ഓടി വരുമായിരുന്നു. അപ്പോൾ കുഞ്ഞപ്പൻ അതിനെ കളിപ്പിക്കാറുണ്ട്. അവൾ കുറച്ച് നേരം നിൽക്കുള്ളൂ, എന്നിട്ട് നേരെ തിരിച്ചോടി അവരുടെ വീട്ടിലോട്ട് പോകും. കുറച്ച് ദിവസം മുമ്പ് ആ പട്ടി, ബെല്ലെന്നാണ് അവളുടെ പേര്, ബെല്ല മരിച്ചുപോയി കേട്ടോ. ബെല്ല ചത്തുപോയി. അതായത് അവരുടെ കാറിന്റെ അടിയിൽ തന്നെ പെട്ട് അവൾ ചത്തുപോയി. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ അവര് വേറൊരു പട്ടീനെ വാങ്ങിച്ചു. അവര് ഭയങ്കര കരച്ചിലും ഇവരാണെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചു പോലുമില്ല. അമ്മയെ ബെല്ലമ്മ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തി പിന്നെ അങ്ങനെ കള്ളം പറയത്തില്ലല്ല. എന്നെയും കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി. നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ആ വീട്. ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കുഞ്ഞു ഷിറ്റ്സു. അപ്പോഴാണ് അവിടുത്തെ അമ്മൂമ്മ അപ്പൂപ്പനും പറയണത് അവരുടെ കാറിന്റെ ഇടയിൽ തന്നെ എന്തോ റിവേഴ്സ് എടുത്തപ്പോൾ എന്തോ ഇടയിൽ കൂടി പെട്ടെന്ന് കയറിയതാ അവരുടെ ബെല്ല മരിച്ചുപോയി എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പിറ്റേ ദിവസം തന്നെ അവിടുത്തെ എല്ലാവരുടെയും സങ്കടം കാരണം ആ ചേട്ടൻ പോയി വേറൊരു ഷിറ്റ്സുനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഒരു കുഞ്ഞ്, അതൊരു ആൺ ഷിറ്റ്സു ആണേ, ആൺപട്ടിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഓടിപ്പോലാണ് ആ ഷിറ്റ്സുനെ കാണാൻ. അപ്പോൾ ഇവിടെ റോഡൊക്കെയാണ്. ഇവൻ പട്ടീനെ കാണാൻ പട്ടിന്നല്ല ഷിറ്റ്സുവിനെ കാണാൻ പോവുകയാണെങ്കിൽ നമുക്ക് ടെൻഷനാണ്. ഇവൻ അപ്പുറത്ത് തന്നെയാണ്, എന്നാലും എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വിടാനൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് എപ്പോഴും പറയായിരുന്നു നമുക്കൊരു ഷിറ്റ്സുനെ വാങ്ങിച്ചാലോ എന്ന്. എനിക്കും ഭയങ്കര സത്യം പറയാം, എനിക്ക് പട്ടിന്ന് വർഗ്ഗത്തിന് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്കൊരു സ്റ്റോറി ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന അറിയാം. നമ്മുടെ ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാൻ പറ്റും. എനിക്കൊരു മണിക്കുട്ടി എന്ന് പറഞ്ഞൊരു ആടുണ്ടായിരുന്നു. ഒരു 5-6 പട്ടികളാണ് എല്ലാം കൂടി അതിനെ കടിച്ച് കീറി കൊന്നു കളഞ്ഞത്. അപ്പോൾ എല്ലാ പട്ടികളെയും എനിക്ക് അതോടുകൂടി വെറുപ്പ്. നമ്മുടെ മുത്തിനെ അല്ലടാ, നമ്മുടെ മുത്തിനെ പറഞ്ഞാല് ഇന്ന് രാവിലെയാണ് കേട്ടോ ആളെ നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ആള് കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നേ. ജനിച്ചിട്ട് 30 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് 32ാമത്തെ ദിവസത്തെ അവന് കാണിക്കാൻ ഒരു കുറച്ച് സർപ്രൈസ് ഒക്കെ ഇട്ട് കാണിക്കാന്ന് പറഞ്ഞാൽ അമ്മ കാണിക്കാത്തത്. അപ്പൊ ഇന്ന് ജനിച്ചിട്ട് 32 ദിവസമായിട്ടുള്ളൂ. കുഞ്ഞാണ് കേട്ടോ, കുഞ്ഞപ്പനെ പോലെ തന്നെ കുഞ്ഞപ്പനാണ്. അപ്പൊ അവന് പേരൊന്നും നമ്മൾ ഇട്ടിട്ടില്ല, അത് നിങ്ങൾ പറയുന്ന പേരേ ഇടുള്ളൂ കേട്ടോ. അപ്പൊ അത് ചേട്ടനും പറഞ്ഞു നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം എന്ത് പേര് ഇടണമെന്ന്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എന്ത് പേരാ ഇടണ്ടേന്ന്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, കാണിച്ചു തരാം കേട്ടോ ആളാ. അയ്യടാ, ആദ്യം കാണിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഉറക്കമാണ് കേട്ടോ ആശാൻ. അയ്യോ എന്റെ പൊന്ന്, പയ്യ ഒച്ചയൊക്കെ കേട്ട ആള് പെട്ടെന്ന് പേടിച്ചു പോകും. അമ്മയുടെ പൊത്തിനെ എടുക്കാടാ. പൊന്നെ, എനിക്ക് അമ്മേനെയും വേണ്ട അച്ഛനെയും വേണ്ട, എനിക്ക് എന്റെ ഷിറ്റ്സുനെ മതിയേന്നും പറഞ്ഞ് അടക്കണേ. താഴെ വീടല്ലേ കുഞ്ഞ്, അവൻ കുഞ്ഞാണേ, താഴെ വീടല്ലേ, വെയിലത്ത് വെക്കല്ലേ. നീ അമ്മയുടെ മടിയിലോട്ടത്, അമ്മയുടെ മടി വെച്ചിട്ട് അമ്മ അവനെ കുറിച്ച് പറയട്ടെ. അമ്മയുടെ ബുത്തുപാടി, അമ്മയുടെ ചക്കര ബുട്ടുപാടി. നീ പട്ടികളൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് ഇവരെ കിട്ടിയപ്പോ ഇവരെ ഭയങ്കര ഇഷ്ടമായല്ലേ കുഞ്ഞമ്മ. ഇവൻ ഭയങ്കര ക്യൂട്ടാണെന്നേ. ഇവനെ കൊല്ലത്തുനിന്നാണ് കേട്ടോ ആള് വന്നത്. നമുക്ക് കൊറിയർ അയച്ചു തന്നിട്ടാണ് ചെയ്തത്. ഞാൻ ഇവനെ വാങ്ങിച്ചതിന്റെ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അവരുടെ കയ്യിൽ ഇവരെ പോലെ പല ബ്രീഡ് ഇനം പട്ടികളുണ്ട്. അപ്പൊ നമുക്ക് ഷിറ്റ്സുനെ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിറ്റുവിനെ മേച്ചാണല്ലേ, കുഞ്ഞു ചിറ്റുവിനെ മേച്ചാണേ. ഒരു ബോക്സിൽ ഞാൻ ഓർക്കൊണ്ട് ഞാൻ കുഞ്ഞപ്പനെ പ്രസവിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പില്ലേ ഇതുപോലത്തെ, അതെല്ലാ അമ്മമാരും ഇങ്ങനത്തെ ഒരു ഇതും കൊണ്ടായിരിക്കും വന്നത്. കുഞ്ഞുടുപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു പെട്ടിയും കൊണ്ടാണ് വീട്ടിലോട്ട് വന്നത്. ഈ പെട്ടി കണ്ടപ്പോ എനിക്ക് അത് ഓർമ്മ വന്നേ. അപ്പൊ ഈ ഒരു പെട്ടിയിലാണ് ഇങ്ങനെ ഇതിനെന്താ പറയണത്, ഒരു കാർഡ് ബോക്സാ, ഇങ്ങനെ എന്ത് ഇത് പറയും, ആ ബോക്സ്, ഈ ഒരു ബോക്സ് ആണ്. അവൻ കൈപറ്റി അറിയാതെ പോയി ഇതിന്റെ ഇല്ല തലക്കെട്ടൊന്നും കൊള്ളൂല. അപ്പൊ ഈ ഒരു പിങ്ക് കളറിലെ പെട്ടീനാണ് കേട്ടോ ആള് വന്നത്. ഒരു ഈ എന്താ പെറ്റ്സിന് ഡെലിവർ ചെയ്യുന്ന ഒരു ഇതുണ്ട്, കൊറിയർ സർവീസ് ഉണ്ട്, ആ വഴിയാണ് വന്നത്. എന്താണ് അതിന്റെ പേര്,
ഡയമോറ പെറ്റ്സ് ട്രാൻസ്പോർട്ട്. അപ്പൊ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അവരാണ് നമുക്ക് ഇത് നല്ല സേഫ് ആയിട്ട് ഇങ്ങോട്ട് എത്തിച്ചു തന്നത്. അപ്പൊ നമുക്ക് ഇവന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാം കേട്ടോ. പോയല്ല കുഞ്ഞപ്പ, ഒട്ടും താമസിപ്പിക്കേണ്ട, വേഗം പോയിട്ട് വരാം. ഭയങ്കര ചൂടല്ലേ, വേഗം പോവാം. എന്റെ മടിയിൽ ഞാൻ ഇരുത്തിയതാണ് ആളെ, പക്ഷെ അവന് ഭയങ്കര വെയിൽ, ചൂട് ഭയങ്കര. അപ്പൊ ആ കുഞ്ഞപ്പ പുറകോട്ട് വാങ്ങിച്ചെടുത്ത് കേട്ടാ. ഇവിടെ കുഞ്ഞപ്പ ആ പെട്ടിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അവൻ പൊന്നെ നിന്റെ മടി വെക്കണ്ടടാ അവിടെ. ഓ, പുറകിലത്തെ സീറ്റ് ചൂടായതുകൊണ്ട് അവൻ മടി വെച്ചോണ്ടിരിക്കുകയാണേ. അപ്പൊ ആദ്യം നമുക്ക് എരമല്ലൂര് പോകണം. എരമല്ലൂര് റെന്റൽ ഷോപ്പിൽ പോകാനുണ്ട് കേട്ടോ എനിക്ക്. കാരണം മാളുവിന്റെ കല്യാണത്തിന് ഞാൻ റെന്റായിട്ട് എടുത്ത, ഞാൻ പറഞ്ഞില്ല എന്റെ ചില ഓർണമെന്റ്സ് എല്ലാം ഞാൻ അവിടെ നിന്ന് റെന്റായിട്ട് എടുത്ത അടിപൊളി കടയാണേ. ഞാൻ നിങ്ങൾക്കൊന്ന് ആ റെന്റൽ ഷോപ്പ് കാണിച്ചു തരാം. അവിടെ പോയിട്ട് എനിക്ക് ഇതൊക്കെ കൊടുക്കണം തിരിച്ച്. അത് കഴിഞ്ഞ് നമുക്ക് ഇവന്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാം. ഷിറ്റ്സു ആണെങ്കിൽ ഉണ്ടല്ലോ ഏത് സമയം ഉറക്കാണേ. എന്ന് വെച്ചാൽ അവൻ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതല്ലേ. ഇന്നലെ രാത്രിയോ വൈകുന്നേരം കണ്ട, ഇന്നലെ രാത്രി അവർ അവിടെ നിന്ന് അയച്ചിട്ട് ഇന്ന് രാവിലെയാണ് നമ്മുടെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇത്രയും ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും. അത് ജനിച്ചിട്ട് 30 ദിവസം, 1 മാസേ ആയിട്ടുള്ളൂ. അപ്പൊ അവന് നല്ല ഉറക്കാണ് കേട്ടാ. അപ്പൊ കുളിപ്പിച്ച് ചെറിയൊരു ഫുഡ്, ചെറിയൊരു ഇതൊക്കെ ഞാൻ കൊടുത്തു. എന്തൊക്കെയാണ് ഇനി കൊടുക്കാൻ പോണേന്നൊക്കെ പറയാവേ. നിങ്ങൾക്ക് ഈ ഷിറ്റ്സുവിനെയൊക്കെ വളർത്തി പരിചയമുള്ളവരാണെങ്കിൽ എന്തൊക്കെ ഫുഡ് കൊടുക്കാന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടാ. ഇതാണ് നമ്മുടെ എരമല്ലൂർ ജംഗ്ഷൻ കേട്ടാ. എരമല്ലൂർ ജംഗ്ഷന്റെ അവിടെ നിന്ന് നേരെ തെക്കോട്ട് വരുമ്പോ ഉണ്ടല്ലോ, ഈ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇവിടെ കുറെ പെട്ടിവണ്ടിയൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നേരെ മുകളിലായിട്ട് താരിണി റെന്റൽ ജ്വല്ലറി എന്ന് നിങ്ങൾക്ക് കാണാമോ? ഞാനത് സൂം ചെയ്യാം. മുകളിലായിട്ട് കണ്ടില്ലേ, താരിണി റെന്റൽ ജ്വല്ലറി ആക്സസറീസ് ആണ് കേട്ടോ. ഹലോ, ഓണർമാരെല്ലാം തറയിലിരിക്കുകയാണോ? ഹായ്, ഇത് വ്ളോഗാണ് കേട്ടോ. ഞങ്ങളൊരു പുതിയ ഷിറ്റ്സുനെ മേടിച്ച്. അപ്പൊ ഇത് ഷിറ്റ്സുന്റെ വ്ളോഗാണ്. അതിന്റെ ഇടയിൽ കൂടെയൊക്കെ ഓ എടി കുറെ അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. സൂപ്പർ. ഇതെന്താ കമ്മലുകളുടെ ഒരു മായാജാലമോ? ഗൈസ്, ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇവളാണ് ഇതിന്റെ ഓണർ, ഒരേ ഒരു ഓണർ. നോക്ക്, എല്ലാം ഉണ്ടോ എന്ന് നോക്കി തിട്ടപ്പെടുത്തു. കടയിൽ എന്തുണ്ടെന്ന് ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാം കേട്ടാ. മൊത്തം നല്ല പ്രീമിയം സാധനങ്ങളാണ്. നിങ്ങൾക്ക് റിസപ്ഷനും കല്യാണത്തിനും എന്ത് പരിപാടിക്കും ആണെങ്കിലും ഇത് നെറ്റിച്ചുട്ടിയുടെ കളക്ഷൻസ് ആണ് മൊത്തം. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങൾ എരമല്ലൂർ വഴി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം. കണ്ടില്ലേ, തീരത്തില്ല. ഇന്നും നാളെയും കാണിച്ചാൽ എൻ്റെ ഷിറ്റ്സു പട്ടിണിയാവും. വേണ്ടി ഞങ്ങളൊരു പുതിയ പട്ടീനെ വാങ്ങിച്ച് ഇന്ന് രാവിലെ വാങ്ങിച്ചതാ. അപ്പൊ ഇന്ന് രാവിലെ എന്നിട്ട് അവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അവന് ഫുഡ് വാങ്ങിക്കാൻ പോകും അരൂര്. ഗൈസ്, ഇതൊക്കെ പ്രീമിയം സെറ്റ് ആണ് കേട്ടോ. അപ്പൊ 100 രൂപ 80 രൂപയൊക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമുണ്ട് കേട്ടോ. ഇത് ബ്രൈഡ്സിനാണ്, എക്സ്ക്ലൂസീവ്. അടിപൊളിയാണ്, നിങ്ങൾ കാണുന്ന പോലെയല്ല. അപ്പൊ നമ്മുടെ റെന്റൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പെറ്റ് ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ കുഞ്ഞപ്പനെ നോക്കിക്കേ, നല്ല ഉറക്കാണ് കേട്ടോ. ബാക്ക് സീറ്റിൽ കിടന്ന് കൂടെ ഷിറ്റ്സു നല്ല ഉറക്കാണ് കേട്ടോ. അവന് നല്ലോണം ഉറങ്ങി വെച്ചേ. ഒച്ചയും കേൾക്കുന്നില്ല, കൊരയും കേൾക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. നല്ല ഉറക്കാണ് കേട്ടോ രണ്ടും. കേട്ടോ, കുഞ്ഞപ്പനെ ഷിറ്റ്സുനെയും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നല്ല ഉറക്കവന്. നിങ്ങൾക്ക് ഉറക്കവനില്ലേ? രണ്ടുപേരും ഇപ്പൊ കാറിന്റെ ഉള്ളിൽ AC കൂടി ഇട്ടോണ്ടേ വീട്ടിൽ ചൂടല്ലേ. ഇപ്പൊ കാറിന്റെ ഉള്ളിലായപ്പോ AC ഇട്ടപ്പോ രണ്ടുപേരും സുഖിച്ച് ഉറങ്ങാണ് കേട്ടത്. ഇപ്പോഴും നല്ല ഉറക്കാണ് രണ്ടുപേര്. അപ്പൊ എനിക്ക് നല്ല ഉറക്കം വന്നു, ഭയങ്കര തലവേദനയൊക്കെ എടുക്കണം. എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. നമുക്ക് പെറ്റ് ഷോപ്പ് എത്തിയാൻ കാണിച്ചു തരാമേ. നോക്കിക്കേടാ, കൊറേ ലവ് ബേർഡ്സിനെ കണ്ടാ, ഫ്രണ്ട്സിനെ. ഇവിടെ കൊറേ ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടാ. കയറി വരുമ്പോ തന്നെ മാറുപോന്നാ നടക്കടാ. ഇവിടെ തത്തമ്മ ഉണ്ട് കിടന്ന് കാറ് പൊളിക്കാൻ ഞങ്ങളെ കണ്ടിട്ട്. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ കുഞ്ഞപ്പന് ഞാൻ ഇവനെയും കുഞ്ഞപ്പാതുള്ളി, നമ്മുടെ ഷിറ്റ്സു കുഞ്ഞിന് ഇതൊന്നും ഇപ്പൊ ആവശ്യമില്ല. ഇവൻ പൊടിയാണ്. അപ്പൊ 1 മാസം ഒരു ഫുഡ് കൊടുക്കാനാണ് ആ ചേട്ടൻ പറഞ്ഞത്. അതിന്റെ പേരെന്നാണ് കുഞ്ഞ്? എന്താണ്? പപ്പ് സ്റ്റാർട്ട്. അപ്പൊ അതായത് സ്റ്റാർട്ടർ ഫുഡാണ്. ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ കൊടുത്തു തുടങ്ങേണ്ട ഫുഡ് ഇതാണ്. അപ്പൊ ഇതിങ്ങനെ വെള്ളത്തിൽ കുറുക്ക് പോലെ 1 സ്പൂൺ മതി. എൻ്റെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുറുക്ക് പോലെ ആക്കിയിട്ട് കൊടുക്കണം. ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ചേട്ടൻ വേണമെങ്കിൽ ബോട്ടിൽ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു. ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാമെന്ന്. പക്ഷെ ഇന്നിവന് ഞങ്ങൾ രാവിലെ പ്ലേറ്റിൽ കൊടുത്തപ്പോൾ തന്നെ ആൾ നക്കി തിന്നണുണ്ടായിരുന്നേ. ബോട്ടിൽ കൊടുത്ത് ചെലിപ്പിച്ചാലേ പിന്നെ എപ്പോഴും ബോട്ടിൽ കൊടുക്കേണ്ടി വരും. നമുക്ക് പ്ലേറ്റിൽ തന്നെ കൊടുക്കാം. എന്താണ്? അപ്പൊ ഇവിടെ കുറെ ഇതേടാ, നിനക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഇവിടെ കുറെ ഉണ്ടടാ. ഹിമാലയയുടെ ഷാമ്പൂ ഉണ്ട്, പെറ്റപ്രോ. ഇപ്പൊ നമ്മൾ അത്യാവശ്യമുള്ള സാധനം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറെ സാധനം ഇവന് വേണ്ടി മേടിക്കാൻ തോന്നും. പക്ഷെ അതൊന്നും ഇപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല. വെറുതെ അനാവശ്യമായിട്ട് വാങ്ങിക്കണ്ട. ഇവൻ വലുതാവുന്നതിനനുസരിച്ച് ഇവന് വേണ്ടി ഓരോ സാധനം മേടിച്ചാൽ മതിയല്ല. അല്ലേടാ, വിറക്കണുണ്ട് കേട്ടാ. കയ്യിലിരുന്ന് ഇങ്ങനെ വിറക്കുവാ. എനിക്ക് തോന്നുന്നതാണ് ഒരു കുറുക്കൻ പുറകിൽ നിന്ന് കൂവണുണ്ട്. ഇട എന്താടാ അത്? കാഴ്ച കാണുവാണ് കേട്ടോ. അമ്മയുടെ മുത്ത് റോട്ടിലെ കാഴ്ചകളൊക്കെ കാണുവാണിരുന്ന്. എന്തടി പൊന്നെ, വായൊക്കെ തുറന്ന് വന്നോണ്ടേ. ദാഹിക്കണുണ്ടോന്ന് അറിയില്ല, വിശക്കണുണ്ടോന്ന് അറിയില്ല. നമുക്ക് വേഗം ചെന്ന് ഫുഡ് കൊടുക്കാം ആദ്യം തന്നെ.
കാഴ്ച കാണാൻ വേണ്ടി ഞാൻ എൻ്റെ മടി കൊണ്ടുവന്ന് കിടത്തിയതാണ് കേട്ടാ. അപ്പൊ ഇങ്ങനെ നാക്കുകൊണ്ട് ഇങ്ങനെ ഇത് കാണിച്ചോണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പൊ കുപ്പിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നേ, നല്ല വെള്ളം. അപ്പൊ ഞാനിങ്ങനെ ആ അടപ്പലിൽ ഒഴിച്ചു കൊടുത്തു. അപ്പൊ എന്റെ ദൈവമേ കുടിക്കണം കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു പോയി. ആൾക്ക് നല്ലോണം ദാഹിച്ചെന്ന് തോന്നണേ. ഒരു 2-3 അടപ്പം വെള്ളം കുടിച്ചേ. വെള്ളം കുടിക്കണം വരെ ഇങ്ങനെ തത്തി മിന്തി എന്റെ മേത്തോട്ട് കയറി വരാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റ ഉറക്കം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉറങ്ങുന്ന പോലെ കിടക്കാണ് കേട്ടോ. ആള് സുഖം പിടിച്ച് കിടക്കാണ്. കണ്ട നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. ആണായതുകൊണ്ട് തന്നെ ഇവൻ ഇച്ചിരി കുസൃതി കൂടുതലാണ്. ഇവനെ വിളിച്ച് ഇപ്പൊ ചിച്ചു എന്നായി കേട്ടാ പേര്. ഷിറ്റ്സു ചിച്ചു ബാ. അവന്റെ ഫുഡ് ഞാൻ കാണിച്ചില്ലേ, അത് ഞങ്ങളൊരു 1-2 സ്പൂൺ എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കുറുക്കിയെടുക്കില്ലേ നമ്മള് കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞപ്പനൊക്കെ കുഞ്ഞിലെ കൊടുത്തോണ്ടിരുന്ന പോലെ തന്നെ കുറുക്കി എടുത്തിട്ടുണ്ട്. അവൻ കഴിക്കില്ലേ നോക്കാതെ. ചൂടില്ല, കാറിന്റെ മീൻ കഴിക്കാൻ ചൂടില്ല. കണ്ട ഈ ബോട്ടിലൊക്കെ കൊടുത്താണ്ടല്ല, പിന്നെ എപ്പോഴും ബോട്ടിലേക്ക് കൊടുക്കണം. ഇതാവുമ്പോ അവൻ പാത്രത്തിൽ നക്കി തിന്നോളും. ചെന്ന് പോയാ അമ്മയുടെ ഒത്തിരി നിന്റെ കാറൊക്കെ ചെന്ന് ഉന്തി നോക്കണോണ്ട് കേട്ടോ. ഓടുവന്ന് കാറെല്ലാം ചെന്ന് ഉന്തി നോക്കിക്കൊണ്ടിരിക്കുക. അവന് ബോളിനേക്കാളും ഇഷ്ടപ്പെട്ടത് കാറാണെന്ന് തോന്നണല്ലേ. കുഞ്ഞാണ് കേട്ടോ, തീരെ കുഞ്ഞാണ്. അതുകൊണ്ട് അവൻ ബോള് തട്ടി കളിക്കാറൊന്നും ആയിട്ടില്ല. കടിച്ചാ നിങ്ങളുടെ കയ്യില്? പല്ലൊന്നും ഇല്ല കേട്ടാ. പല്ലൊക്കെ ഇങ്ങനെ കുരുകുരുത്ത് കുഞ്ഞു പല്ലുകൾ വരുന്നേ ഉള്ളു. പല്ലൊന്നും ഇല്ല ആൾക്ക് കടിക്കാൻ, വെറുതെ കാണിക്കണ മാത്രമേ ഉള്ളു. ആ ബോളിട്ട് കൊടുത്ത വേണ്ട നീ വിരല് വെക്കണ്ട. ആ ബോളൊന്നും കളിക്കാറായിട്ടില്ല. പുള്ളിക്ക് ആ ബോള് കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിലാവണില്ല. ഇവനാണെങ്കിൽ ഏത് നേരവും പൊക്കി എടുത്തോണ്ടിരിക്കണാണ്. അവൻ നിലത്ത് വെക്കത്തില്ല. ഇന്ന് അച്ഛ ചീപ്പ് വെച്ചില്ലച്ചേ, ചീപ്പ് ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞപ്പൻ എടുത്തോണ്ട് കിടക്കുമ്പോ എല്ലാം ചെയ്യും കേട്ടോ. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോ അടുത്തേക്ക് വരുമ്പോ കുഞ്ഞപ്പൻ ഓട്ടോമാറ്റിക് ആയിട്ട് പുറകോട്ട് പോകും. എങ്ങനെയുണ്ട്, സുഖമുണ്ടോ ചിച്ചുപ്പാ? ഞാനിവനെ ചിച്ചു എന്ന് വിളിച്ച് ഞാൻ അങ്ങനെ തന്നെ വിളിക്കുമെന്നാണ് എന്റെ ഡൗട്ട്. നിങ്ങൾ പേര് പറയണം കേട്ടോ, നല്ലൊരു പേര് പറഞ്ഞു തന്നെ കേട്ടാ. ഇവനായിട്ട് കളിച്ചോണ്ടിരുന്ന സമയം പോണ അറിയില്ല കേട്ടാ. പുതിയ ജീപ്പാണ്, പൊന്നിന്റെ പുതിയ ജീപ്പാണ്. തക്കരുമോന്റെ പുതിയ ജീപ്പാണ് ഗൈസ്. എന്നിട്ട് പോണേണ്, ഇന്നോട്ട് വന്നേ ഡക്കരുമോനെ. ഇന്നോട്ട് വാ ചിച്ചു. അവൻ അതിൽ കടിക്കാൻ, ചീപ്പിൽ കടിക്കാൻ വേണ്ടി. ഹലോ ചിച്ചപ്പാ എന്നിട്ട് നോക്കിയേ. ഇനി വ്ളോഗിലൊക്കെ നോക്കി, ക്യാമറയിലൊക്കെ നോക്കി പഠിക്ക്. അവന് നാണമാണ് ഗൈസ്. ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുമ്പോ കൊച്ചിന് നാണം വന്നുണ്ട്. ഫോട്ടോ എടുത്തോ നീ. അപ്പൊ ഗൈസ് ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മുടെ ചിച്ചുവിനെ പറ്റി അടിപൊളി പേരൊക്കെ നിങ്ങൾ പറയണം. ചിച്ചു എന്നുള്ള പേര് എങ്ങനെയുണ്ട്? ചിച്ചു അതെങ്ങനെയുണ്ട് അതൊന്ന് പറയണം കേട്ടാ. ഷിറ്റ്സുന്റെ ഷോർട്ടാക്കി ചിച്ചു എന്ന് വിളിക്കല്ല. അമ്മയുടെ മുടി തിന്നലും അമ്മയുടെ മാന്തലും. അപ്പൊ ഗൈസ് ചിച്ചുവിന്റെ ഈ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനി തൊട്ട് ചിച്ചുവിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ എപ്പോഴും ഉണ്ടാവും. ഇനി കുഞ്ഞപ്പനും ചിച്ചുവും കൂടി ആയിരിക്കും വീഡിയോയില് മൊത്തം, ഞങ്ങളൊന്നും വീഡിയോയിൽ ഉണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും ചിച്ചുവിനെ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആയടാ അത് നീ അല്ലേടാ പറഞ്ഞ. ടാറ്റ പറയാം. ടാറ്റ ബൈ ബൈ, see you.